സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നു. വിഭജന ഭീതി ദിനം ഓർമ്മപ്പെടുത്തി വൈസ് ചാൻസലർമാർക്ക് ഗവർണർ വീണ്ടും കത്തയച്ചു. എന്തൊക്കെ പരിപാടികളെന്ന് അറിയിക്കാനാണ് നിർദ്ദേശം. പരിപാടി നടത്തരുതെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് സർക്കാരിന്റെ നീക്കം. ഗവർണർ നിർദ്ദേശം നൽകിയ വിഭജന ഭീതി ദിനാചരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ഇത് ചെന്നു നിൽക്കുക എന്നും മന്ത്രി. സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞ് ഒരു സർക്കുലർ ബഹുമാന്യനായ ചാൻസലറുടെ നിർദ്ദേശാനുസരണം പോയതായിട്ട് മനസ്സിലാക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിന്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിജൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജൻ, ഈ സർക്കാർ ഗവർണർ പോര് അത് ഓരോ ദിവസം കഴിയും തോറും ഒന്നിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഈ വിഭജന ഭീതി ദിനാചരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണോ ഗവർണർ ഉള്ളത്? അമൃത, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണർ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകിയത്. വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14-ാം തീയതി ആചരിക്കണം എന്നുള്ളതായിരുന്നു. വിവിധ പരിപാടികൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്. 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയത്. നാളെയാണ് ആ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. അതിനുശേഷം ആദ്യത്തെ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം അതിന് തൊട്ട് പിന്നാലെ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ അയച്ച കത്തിൽ പറയുന്നത് ഏതൊക്കെ പരിപാടികൾ നടത്തി എന്ന കാര്യം അറിയിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ സർവകലാശാലകളിൽ അതിന് കീഴിലുള്ള ഏതൊക്കെ കോളേജുകളിൽ ഈ പരിപാടി നടത്തിയെന്ന കാര്യം അറിയിക്കണം എന്നുകൂടി ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ നിയോഗിച്ച വിവിധ വൈസ് ചാൻസലർമാർ ഇക്കാര്യത്തിൽ വിവിധ പരിപാടികൾ നടത്താൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർമാർക്ക് കത്ത് നൽകിയത്. രജിസ്ട്രാർമാരാണ് നിലവിൽ ഈ കത്ത് കോളേജുകൾക്ക് കൈമാറിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഈ പരിപാടി നിർബന്ധപൂർവ്വം നടത്തണം എന്നുള്ള ആവശ്യം ഗവർണർ ആ കത്തിൽ എവിടെയും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ള സൂചനയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കേണ്ടതില്ല, അങ്ങനെ ഒരു പുതിയ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കേണ്ടതില്ല, പുതിയ തരത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുമ്പോൾ ഓഗസ്റ്റ് 14 ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ദിനമായി ആചരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം, സർക്കാരിൻ്റെ വ്യക്തമായ തീരുമാനം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അല്പസമയം മുമ്പ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു കൂടി വ്യക്തമാക്കുന്നു, ഈ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം എല്ലാ കോളേജുകൾക്കും നൽകുമെന്നാണ്. ഒരു പടി കൂടി കടന്ന് ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന നിലയിലേക്ക് കൂടി ആർ ബിന്ദു ഇപ്പോൾ എത്തുകയാണ്. നിലവിൽ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്കെ ഒരു സമവായത്തിന്റെ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുക എന്നതിന്റെ ഭാഗമായി രാജ്ഭവനിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ എത്തി ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായും താളം തെറ്റുന്ന നിലയിലേക്കാണ് ഓരോ ഘട്ടത്തിലും വിവിധ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അത് രാജ്ഭവൻ സർക്കാർ പോരായി വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വിഭജന ഭീതി ദിനം അത് സാമൂഹ്യ ഭീതി ഉണ്ടാക്കാൻ മാത്രമേ, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ള നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ സർവകലാശാലകൾക്ക് കീഴിൽ വിവിധ അധ്യാപക സംഘടനകൾ, ഇടത് അധ്യാപക സംഘടനകളും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും എന്തൊക്കെ പരിപാടികൾ നടക്കുമെന്ന് അറിയിക്കണം എന്നാണല്ലോ ഗവർണർ ഇപ്പോൾ നിലവിൽ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം 14-ാം തീയതിയാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട, ഇങ്ങനെ ഒരു പരിപാടി നടക്കരുത് എന്ന് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശമോ അല്ലെങ്കിൽ ഉത്തരവോ മറ്റോ നൽകിയിട്ടുണ്ടോ നിലവിൽ ഇപ്പോൾ സർക്കാർ? അമൃത, അങ്ങനെ ഒരു നിർദ്ദേശം എന്തായാലും നിലവിൽ ഈ സമയത്തിന് ഉള്ളിൽ പോയിട്ടില്ല. പക്ഷേ അങ്ങനെ നിർദ്ദേശം നൽകും എന്നുള്ളതാണ് നിലവിൽ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ പരിപാടി നടത്തുമെന്ന് RSS അനുകൂല ഒരു നിലപാട് സ്വീകരിക്കുന്ന കോളേജുകളും അവിടുത്തെ പ്രിൻസിപ്പൽമാരുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് തടയുമെന്ന് SFIയും KSUയും ഉൾപ്പെടെയുള്ള സംഘടനകളും ഒപ്പം തന്നെ ഇടത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരും അതിന് തടയുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി കേരള സർവകലാശാലയിൽ ഗവർണറുടെയും
ഒപ്പം തന്നെ വൈസ് ചാൻസലറുടെയും കോലം കത്തിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം SFI സംഘടിപ്പിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടികൾ നടത്തിയാൽ അത് തടയും എന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് ഇവർ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് പരിപാടി നടത്തും എന്ന് RSS അനുകൂലമായി ചിന്തിക്കുന്ന, RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അധ്യാപകർ സംഘടനകളും പ്രിൻസിപ്പലും ഒപ്പം തന്നെ കോളേജ് മാനേജ്മെന്റും തീരുമാനിച്ചിട്ടുണ്ട്. അത് തടയുമെന്ന് SFI ഉൾപ്പെടെയുള്ള മറ്റ് ഇടത് അധ്യാപക സംഘടനകളും തീരുമാനിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നാളെ ഈ പരിപാടി നടത്തിയാൽ അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുമോ എന്ന പോലും ആശങ്കയിലാണ് അതെ, അങ്ങനെ ഒരു സംശയമുണ്ട്. വിജിനി